പിണറായി സർക്കാരിന്റെ ഈ അവസാന കാലഘട്ടമൊക്കെ വന്നപ്പോഴേക്കും വലിയ വലിയ പരിപാടികളാണ് കൊട്ടിഘോഷിച്ചുകൊണ്ട് വരുന്നത്. പല പരിപാടികളും കോടികൾ ചെലവഴിച്ചാണ് നടത്തിയത്. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമമൊക്കെ 8 നിലയിൽ പൊട്ടിയിരിക്കുന്നത് കണ്ടു. കേരളീയം, പിന്നെ ഈ പറയുന്നത് പോലെ 4ാം വാർഷികം, നവകേരള എന്ന് വേണ്ട നിരവധി പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ കൊണ്ടുവന്നെങ്കിലും പക്ഷെ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ 8 നിലയിലെ പൊട്ടാസ് പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയി എന്നുള്ളത്. ഇനിയിപ്പോൾ പുതിയൊരു പരിപാടിയാണ് അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപന പരിപാടി. അതായത് ഈ കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ലേ ഇല്ല. അതായത് മഹാബലി ഭരിക്കുന്ന മാവേലി വാഴുന്ന നാടാണ്. അതുകൊണ്ട് ഞാൻ ഭരിക്കുന്ന എൻ്റെ നാട്ടിൽ എല്ലാ പ്രജകളും നല്ല സുഖസമൃദ്ധമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ രാജ്യത്ത് മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാകുന്ന തരത്തിൽ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന ഒരു പരിപാടി. ഏതായാലും ഇതിൽ പങ്കെടുക്കാൻ വരുന്നത് നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളൊക്കെയാണ്, മമ്മൂട്ടി, മോഹൻലാലും ഒക്കെയാണ്. എന്തായാലും ഈ പരിപാടി ഇങ്ങനെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ കുറച്ച് പെൺപുലികൾ നല്ല 8ന്റെ പണി ഇപ്പോൾ പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ആശാപ്രവർത്തകർ കഴിഞ്ഞ ആഴ്ച ഇവിടെ നടത്തിയ ഒരു കോലാഹലം. അതായത് ക്ലിഫ് ഹൗസിൽ നിന്ന് 5 മണിക്കൂറാണ് അവർ പ്രതിഷേധം നടത്തിയത്. 5 മണിക്കൂറിൽ പുറത്ത് അവർ പ്രതിഷേധം നടത്തി. അതിൽ 6 തവണയോ 7 തവണയോ ജലപീരങ്കി ഉപയോഗിച്ചിട്ടും അതിൽ നിന്ന് പിന്മാറാതെ, ഇനി വെടി ഉതിർത്താൽ പോലും ഞങ്ങൾ പിന്മാറാതെ തന്നെ നിൽക്കുന്ന ആശാപ്രവർത്തകരെ കണ്ടെയാണ്. അവർ കഴിഞ്ഞ 6-7 മാസമായിട്ട് സെക്രട്ടേറിയറ്റ് സമരമാണ്. അത് പരോക്ഷമായിട്ടുള്ള സമരങ്ങൾ, ഒരുപക്ഷെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിലമ്പൂരിലൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ. പെണ്ണൊരുപെട്ടാലെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ഈ പെണ്ണുങ്ങളെയും കൊണ്ട് ഒരു തരത്തിലും പറ്റുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചിന്തിക്കുന്നത്. ഏതായാലും ഈ പെൺപുലികളെയും കൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാത്രമല്ല പിണറായി വിജയൻ ഒരു പരുവമായിരിക്കുകയാണ്. ഏതായാലും പെൺപുലികൾ ഇപ്പോൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് കേൾക്കണ്ടേ? മോഹൻലാലിനും മമ്മൂട്ടിക്ക് എന്ന് വേണ്ട സകലവിധ നടന്മാർക്കും എല്ലാവർക്കും ഒരു കത്ത് എഴുതി, അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ഞങ്ങളെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹേ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഒരു കത്ത് എഴുതിയത്. ആ കത്ത് അങ്ങ് ഏറ്റിരിക്കുകയാണ്. അതായത് ഇങ്ങനെയാണ്, ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാലും ഈ ഒരു പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് സൂചന. പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാൽ തങ്ങൾ ഇപ്പോഴും ദരിദ്രരായി തന്നെ തുടരുകയാണെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ ഒരു തുറന്ന കത്ത് മോഹൻലാലിനും മമ്മൂട്ടിക്കും കമൽഹാസനും ഒക്കെ എഴുതി അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ അതിദാരിദ്ര്യ മുക്ത പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കുന്നത്? ഞങ്ങൾക്ക് ദിവസവേതന 233 രൂപയ്ക്കാണ് ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങൾ, ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ നോക്കുന്നത് 233 രൂപയ്ക്ക് നോക്കുന്നത്? ഈ ഞങ്ങൾ 26,125 ആശമാർ ദാരിദ്ര്യ അവസ്ഥയിലാണ്. അതിനാൽ ഈ കേരളം അതിദാരിദ്ര്യമുക്തമാണെന്ന് പറയരുത് എന്ന് കത്തിൽ തുറന്നു പറയുകയാണ്. 3 പേരും പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 2ഉം കൽപ്പിച്ച് അങ്ങ് പുറത്തോട്ടിറങ്ങും. പരസ്യമായ ഒരു പ്രതിഷേധം തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കുക. അത് നിങ്ങൾക്ക് കൂടി നാണക്കേടായിരിക്കുമെന്ന് ഈ കത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ആശാപ്രവർത്തകർ. സംഘർഷ സാഹചര്യത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലെ അനൗചിത്യം സർക്കാരിനെ ഇരു നടന്മാരും ഇപ്പോൾ അറിയിച്ചു എന്നാണ് ഇതിവൃത്തങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും നവംബർ 1-നാണ് സർക്കാരിൻ്റെ ഈ പരിപാടി വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച മോഹൻലാലിന് ബിഗ് ബോസിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട് എന്നുള്ള തരത്തിൽ നൈസായിട്ട് അങ്ങ് സ്കൂട്ടായിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ അവസാന ഘട്ടമാണ്. അത് ചെന്നൈയിൽ വെച്ചാണ് ബിഗ് ബോസിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നത്. ശനിയും ഞായറും ഈ പരിപാടി മോഹൻലാലിന് പങ്കെടുക്കേണ്ടുന്നതായിട്ടുള്ള സാഹചര്യമാണ്. കാരണം മോഹൻലാലാണല്ലോ ബിഗ് ബോസിന്റെ പ്രധാന താരം. അപ്പോൾ ശനിയാഴ്ച മോഹൻലാലിന് എത്താനാവില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നേരത്തെ അറിയാം മോഹൻലാലിന്. അത് മാത്രമല്ല, ഇതൊക്കെ പിണറായി വിജയനും കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് മോഹൻലാൽ നൈസായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂട്ടായി. ഇനി ബിഗ് ബോസിന്റെ അവസാനത്തെ ഫൈനൽ ഇത് ആ സമയത്ത് തന്നെ ഇതിൽ നിന്ന് സ്കൂട്ടാവാൻ വേണ്ടി വെച്ചതാണോ എന്നുള്ള ഒരു
ജനവികാരവും ഉണ്ട്, ജനങ്ങളും പറയുന്നുണ്ട്. മമ്മൂട്ടിയും ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മമ്മൂട്ടി എന്താണോ ഹേ വരാത്തത്, കൈരളിയുടെയൊക്കെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തി, CPM-ന്റെ ഒരുപക്ഷെ ഒരു ഭാഗം തന്നെയാണ് മമ്മൂട്ടി. അദ്ദേഹവും ഇപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ബിഗ് ബോസിൽ മണി വീക്കാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശനിയാഴ്ച മാത്രമേ ആ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ കഴിയൂ. ഇതും മോഹൻലാൽ സർക്കാരിനെ അറിയിക്കും. ആദില, നൂറ, അനുമോൾ, അക്ബർ, നെവിൻ, അതേപോലെ തന്നെ സബുമോൻ, ഷാനവാസ് എന്നിവരാണ് ബിഗ് ബോസിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന താരങ്ങൾ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരിൽ ചിലരെയൊക്കെ ശനിയാഴ്ച പുറത്താക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ അവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്നാണ് മോഹൻലാൽ വിശദമായിട്ട് തന്നെ ഇത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. നവംബർ 1 സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സർക്കാർ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചത്. വരുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമൽഹാസനെയും ഒരുമിപ്പിച്ച് വേദിയിൽ എത്തിക്കാനായിരുന്നു സർക്കാർ ശ്രമിച്ചത്. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി എന്ന് തന്നെ വേണം. മൂവരും സമ്മതം അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ആശാപ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഈ പരിപാടിയുടെ നടത്തിപ്പ് തന്നെ ഇപ്പോൾ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഈ ആശാപ്രവർത്തകരെയും കൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ വശം കെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർ അടുത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തി അവിടെ തന്നെ പ്രതിഷേധിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പരിപാടി നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ആശാപ്രവർത്തകരുടെ വലിയൊരു പ്രവർത്തനവും ഒക്കെ നമുക്ക് കാണേണ്ടി വരും. തുറന്ന കത്തിലൂടെ തന്നെ ഈ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടും 3 നടന്മാരും വരികയാണെങ്കിൽ ഇനി പരസ്യമായി പ്രതിഷേധത്തിലൂടെ ജനശ്രദ്ധ ആകർഷിക്കാനും ആശമാർ ലക്ഷ്യമിടുന്നുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനമല്ല, നുണപ്രചരണ പ്രഖ്യാപനമാകും നടക്കുകയെന്ന് ആശമാർ ആരോപിക്കുകയാണ്. പങ്കെടുക്കാൻ വരികയാണെങ്കിൽ ഈ നടന്മാരൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണമെന്നും 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത, മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത, മാരക രോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത, കടക്കണിയിൽ കുടുങ്ങിയ അതിദരിദ്രരെ പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. പിന്മാറണമെന്നാവശ്യപ്പെട്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു എന്നിവരുടെ പേരിൽ കത്ത് നടന്മാരുടെ ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ പിന്മാറുന്നത്. ആരോഗ്യ കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടി മമ്മൂട്ടി ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ്. ഷൂട്ടും ആരോഗ്യ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി മമ്മൂട്ടിയും വിട്ടുനിൽക്കുകയാണ്. സർക്കാരിന്റെ പ്രധാന പരിപാടികളിലെല്ലാം സ്ഥിരമായി കമൽഹാസനും എത്താറുണ്ട്. എന്നാൽ ഇത്തവണ വരുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇനി കമൽഹാസനിൽ മാത്രമേ ഉള്ളൂ ഒരു പ്രതീക്ഷ. കമൽഹാസൻ എത്തരത്തിൽ എത്തുമെന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നേരിട്ട് ആശമാർ കമൽഹാസനെ നേരിട്ട് കാണുകയും തങ്ങൾക്ക് 233 രൂപ കിട്ടി, ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരം ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് അതിദാരിദ്ര്യമുക്ത കേരളമാകുന്നത് എന്നൊരു ചോദ്യം ആശമാർ ചോദിച്ചാൽ ഒരുപക്ഷെ കമൽഹാസൻ എന്ന സൂപ്പർ സ്റ്റാർ പോലും തല കുനിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ. മാത്രമല്ല വയനാട് നമുക്കറിയാം, വയനാട്ടിലോട്ടൊക്കെ ചെന്നാൽ ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ ഇവർ പറയുമ്പോഴും അട്ടപ്പാടിയൊക്കെ ഇന്നും എന്ത് പറയാ, നമുക്കൊക്കെ ചെന്ന് കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് പല കുടുംബങ്ങളും കഴിയുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്ത കാട്ടുകിഴങ്ങുകളും ഈ പറയുന്ന മരക്കപ്പയും മറ്റുള്ള ചക്കയും അങ്ങനെയൊക്കെയുള്ള കാട്ടുവിഭവങ്ങളൊക്കെ ശേഖരിച്ച് കഴിയുന്ന, അരിയാഹാരം പോലും കൃത്യമായിട്ട് കിട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ കഴിയുന്ന വീടുകളില്ലാത്ത എത്രയോ കുടുംബങ്ങൾ, അത് നാട്ടിലും കാട്ടിലും ഒക്കെ ഒരുപോലെ. ഇന്നലെ നമ്മളൊരു കുട്ടിയുടെ, അത് ആസാമിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്, ചായ 7ാം ക്ലാസ്സുകാരനാണ്, ചായ വിറ്റ് കുടുംബം നോക്കേണ്ടുന്ന അവസ്ഥ. ഇതുപോലെ എത്ര കുട്ടികൾ, എത്ര കുടുംബങ്ങൾ ഉള്ളിടത്താണ് ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനമൊക്കെ പിണറായി വിജയൻ നടത്തുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ് എന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു അല്പം ഉളുപ്പ് വേണ്ടേ എന്ന് ജനം ചോദിക്കുന്നുണ്ട്. ഏതായാലും ജാവേദ് പർവേഷ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ ആഘോഷപൂർവ്വം പ്രഖ്യാപിക്കുന്നതും അതിൽ ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടുത്തി കൊഴുപ്പിക്കുന്നതും അശ്ലീലമാണ്. ലോകബാങ്ക് നിശ്ചയിച്ച ദാരിദ്ര്യരേഖ അനുസരിച്ച് അല്ലെങ്കിൽ ദേശീയ മാനദണ്ഡം അനുസരിച്ച് ഒരുപക്ഷെ കേരളത്തിൽ അതിദാരിദ്ര്യ കുടുംബങ്ങൾ സാങ്കേതിക അർത്ഥത്തിൽ ഉണ്ടാകില്ലായിരിക്കാം. എന്നാൽ പുറത്തിറങ്ങി നോക്കിയാൽ അത്തരക്കാരെ കാണാനുമായേക്കാം.
പക്ഷേ ഇത്തരം ഏത് സർവേയും കൃത്യമല്ല എന്നതാണ് വസ്തുത. 2 മുതൽ 5% വരെ പിഴവുകൾ സാധാരണ ദേശീയ സർവേകളിൽ തന്നെ ഉണ്ടാകാറുണ്ട്. എല്ലാത്തിനും നമ്പർ 1 ആണ് എന്ന് കാണിക്കാനുള്ള PR ആക്രാന്തമാണ് ഈ അശ്ലീലത്തിനു പിന്നിലും. ഒരു രോഗത്തെ പോലും PRന് ഉപയോഗിച്ച ധാർമ്മികത തൊട്ടു തീണ്ടാത്ത സർക്കാരാണിത്. കോവിഡ് തള്ളുകൾ എന്തായി എന്ന് നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ചില മേഖലകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാറുമുണ്ട്. ഇവർ ആരും കേരളം പോലെ ഇത്തരം നേട്ടങ്ങൾ നാരിൽ കെട്ടി കോലിൽ വീശി നടക്കാറില്ല. ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ദശലക്ഷം ആളുകൾ ഉള്ള ഈ നാട്ടിലാണ് സഖാക്കളുടെ പവർട്ടി ഇറാഡിക്കേഷൻ താരസംഗമം. കൊടും വാർദ്ധക്യത്തിലും 2 നേരത്തെ ഭക്ഷണം കഴിക്കാനായി പണിക്ക് പോകുന്ന പടുവൃദ്ധകളെ റോഡിൽ കാണാം. ജീവിക്കാൻ പറ്റാത്തതിനാൽ വൃദ്ധമന്ദിരങ്ങളിൽ മരണം കാത്തു നിൽക്കുന്നവരെയും കാണാം. പാലിയേറ്റീവ് കെയറുകാർ വരുന്നതും നോക്കി നിൽക്കുന്ന കിടപ്പു രോഗികളെ കാണാം. റീൽസുകളിൽ തിളങ്ങി നിൽക്കുന്ന മുതലാളി വരുമ്പോൾ അഭിമാനം താഴെ വെച്ച് കണ്ണീരോടെ ദാരിദ്ര്യം പറയുന്നവരെ കാണാം. ഈ കാഴ്ചകൾക്കിടയിലാണ് കോടികൾ പ്രതിഫലം പറ്റുന്ന സൂപ്പർ താരങ്ങളെ അണിനിരത്തി ലൂയി വിറ്റോൺ ബെൽറ്റും ബാർബറി കുപ്പായവും ഇട്ട കടിഞ്ഞൂൽ സഖാക്കൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആഘോഷിക്കുന്നത്. ദാരിദ്ര്യത്തെ പരിഷ്കൃത സമൂഹം കാണുന്നത് പല മെട്രിക്സിലൂടെയാണ്. ഭൂമി മേലുള്ള അവകാശം തൊട്ട് കടം, സാമൂഹികമായുള്ള തിരസ്കാരം തൊട്ട് അനവധി മാനദണ്ഡങ്ങളിലൂടെയാണ്. കേരളത്തിലെ ഈ നവസഖാക്കൾ അമർത്യ സെന്നിന്റെ കേപ്പബിലിറ്റി അപ്രോച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമോ? ആശാവർക്കർമാരുടെ സമരത്തെ ചൂണ്ടിക്കാട്ടി വിഷയങ്ങൾ ഉന്നയിച്ചവരെ ചില നക്കിത സഖാക്കൾ നടത്തിയ ഇത്ര അലവലാതി സമൂഹം ഈ രാജ്യത്ത് വേറെ ഉണ്ടാകില്ലെന്ന് തോന്നി. ഇടതുപക്ഷമായി അഭിനയിക്കുന്ന ഇവറ്റകളുമായി സാമൂഹിക അകലം പാലിക്കുക, പറ്റുമെങ്കിൽ സെക്കൻഡറി കോണ്ടാക്ട് പോലും ഒഴിവാക്കുക. ഇതാണ് ജാവേദ് പർവേഷ് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ച് വെച്ചിരിക്കുന്നത്. ഏതായാലും അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ഏത് സർവേകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചുറ്റും ഒന്നുമില്ല, തലസ്ഥാന നഗരി ഒന്ന് ചുറ്റി നോക്കിയാൽ മതി, എത്ര പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് നിങ്ങളൊക്കെ സഖാക്കന്മാരെ ഒന്ന് ഇറങ്ങിച്ചെല്ലൂ. നിങ്ങളുടെ ചുറ്റും കാണാം ഒരു കൂരപ്പെര പോലും ഇല്ലാണ്ട് അല്ലെ ചോന്നൊലിക്കുന്ന ഈ മഴയത്തും ചോന്നൊലിക്കുന്ന എത്ര വീടുകൾ, ഒരുപക്ഷെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഇഴയുന്ന ജന്മങ്ങൾ, ഒരുപക്ഷെ ആരോഗ്യസ്ഥിതി പോലും ഇല്ലാതെ വലിയ രോഗാവസ്ഥയിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ, ഒരു നേരത്തിന് മരുന്നിനോ ആഹാരത്തിനോ പോലും വകയില്ലാണ്ട് ഭിക്ഷയാചിക്കുന്ന എത്രയോ പേർ. ഇതൊന്നും കാണാതെയാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞ് വീമ്പിളക്കി കുറേ സഖാക്കന്മാർ കുറേ കോടികൾ ഇതിനും മുടിച്ചുവാരി വലിയ VIP പരിഗണനയിലുള്ള വലിയ സൂപ്പർ താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇത് ആഗോളമായിട്ട് ഒന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. നാണമില്ലേ സഖാക്കളെ എന്നൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ.